ഇന്ന് ബിഗ് ബോസ് അനീഷിന് നൽകിയിരുന്ന മോർണിംഗ് ടാസ്ക് ബേബി ഹൗസിലെ ശത്രുവാരെ മിത്രമാരെ എന്നുള്ളത് കണ്ടുപിടിച്ച് അവരുടെ ഗെയിം പ്ലാനും സ്ട്രാറ്റജിയും എല്ലാം ഒരു മാപ്പ് രൂപത്തിൽ അവതരിപ്പിക്കുക എന്നതായിരുന്നു ടാസ്ക്. അങ്ങനെ അനീഷ് ഓരോരുത്തരുടെ മിത്രവും ശത്രുവും ആരാണെന്ന് പറയുവാൻ തുടങ്ങി. ജിസേലിന്റെ മിത്രം ആര്യനും ശത്രു അനുമോളുമാണെന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. ആര്യനുമായി ജിസേൽ കോംബോ പിടിക്കുവാനുള്ള കാരണം ജിസേലിന് ബിഗ് ബോസിനെ കുറിച്ച് നന്നായി അറിയാം. കാരണം ജിസേൽ ഹിന്ദി ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി പിടിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും. അതിലൂടെ ക്യാമറ അറ്റൻഷനും ഒരു പബ്ലിസിറ്റിയും കൂടി ആവുമെന്നാണ് അനീഷ് പറയുന്നത്. അനുമോൾ ശത്രു ആവാനുള്ള കാരണം ഇനി പ്രത്യേകിച്ച് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ അനുമോളുടെ മിത്രം ആരാണെന്ന് വളരെ രസകരമായിട്ടായിരുന്നു അനീഷ് അവതരിപ്പിച്ചത്. സാഹചര്യത്തിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് അനുമോളുടെ സൗഹൃദ ബന്ധങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴുള്ള കാലാവസ്ഥയിൽ ആദിലയാണ് അനുമോളുടെ ഫ്രണ്ട്, ജിസയിലാണ് അനുമോളുടെ ശത്രു. അവർ തമ്മിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെയാണ്. എപ്പോഴും വഴക്കുണ്ടാക്കും, അതിനനുസരിച്ച് ജയിലിൽ പോകും, അവിടെ നിന്ന് ക്യാമറ അറ്റൻഷൻ ഉണ്ടാവും. ഇതെല്ലാമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി. ഇനി അഭിലാഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒണിയലാണ് അഭിലാഷിന്റെ ഏറ്റവും നല്ല സുഹൃത്ത്. അവർ തമ്മിൽ നല്ല ഒരു കെമിസ്ട്രി ഉണ്ട്. അഭിലാഷിന് ഇവിടെ ശത്രുവായി തോന്നുന്നത് ലക്ഷ്മിയാണെന്നാണ് അനീഷ് പറയുന്നത്. ഇനി ഉണിയലിന്റെ കാര്യം പറയുകയാണെങ്കിൽ അഭിലാഷാണ് ഉണിയലിന്റെ നല്ലൊരു ഫ്രണ്ട്. അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു ട്രാക്ക് തന്നെയാണ്. ലക്ഷ്മിയാണ് അവരുടെ ശത്രു. ലക്ഷ്മിയുടെ ഈ ബോസി കളികളൊന്നും ഒണിയലിന് തീരെ ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഒണിയലിന്റെ ശത്രു ലക്ഷ്മി തന്നെ. ഷാനവാസിന്റെ ബിബി ഹൗസിലുള്ള നല്ല മിത്രങ്ങൾ ആദിലയും നൂറയുമാണ്. ഏറ്റവും വലിയ ശത്രു മസ്താനിയുമാണ് എന്നാണ് അനീഷ് പറയുന്നത്. പ്രവീണിന്റെ കാര്യത്തിലാണെങ്കിൽ നെവിനാണ് പ്രവീണിന്റെ ഏറ്റവും നല്ല സുഹൃത്ത്. അവർ തമ്മിൽ ഓരോ മൂലയിൽ പോയി ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പ്രവീണിന്റെ ശത്രുവാണെങ്കിൽ ഞാനാണ്. എനിക്ക് വന്ന അന്ന് തൊട്ട് തോന്നുന്നുണ്ട് പ്രവീൺ എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ പ്രവീണിന്റെ ശത്രുവായി കാണപ്പെടുന്നത് ഞാൻ തന്നെ. ആദിലയുടെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായും ആദിലയുടെ അവിടുത്തെ ഫ്രണ്ട് നൂറയായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടി വന്നില്ല. ശത്രുവായി പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മിയെയുമാണ്. തിരിച്ച് നൂറയുടെ കാര്യം പറയുമ്പോൾ മിത്രമായി വരുന്നത് ആദിലയും ശത്രുവായി വരുന്നത് നെവിനുമാണ്. അക്ബറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അക്ബറിന്റെ ഏറ്റവും നല്ല സുഹൃത്ത് അപ്പാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പാനി പോയതിന്റെ ആ ഒഴിവ് ഇപ്പോൾ നികത്തുന്നത് അക്ബറിന്റെ ശത്രുവായിരുന്ന ഷാനവാസാണ്. ഇപ്പോൾ ഷാനവാസ് അക്ബറിന്റെ നല്ല ഒരു മിത്രമായി മാറിയിരിക്കുന്നു. അക്ബറിന്റെ ശത്രുവായി തോന്നുന്നത് മസ്താനിയാണെന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. മസ്താനിയുടെ അവിടെയുള്ള മിത്രം ലക്ഷ്മിയാണെന്നും ശത്രു അനീഷുമാണെന്നാണ് മസ്താനിയെ കുറിച്ച് അനീഷ് പറയുന്നത്. ഇനി ആര്യന്റെ കാര്യത്തിൽ വരുമ്പോൾ ആര്യന്റെ സുഹൃത്ത് ആരാണെന്ന് പ്രത്യേകം വിളിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് ജിസയിൽ തന്നെ. ശത്രുവായി പറയുന്നത് അനീഷാണ്. കാരണം ആര്യൻ നന്നായി ഗെയിം കളിക്കുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഗെയിം കളിക്കുന്നത് കൊണ്ട് ഞാൻ തന്നെയായിരിക്കും ആര്യന്റെ ഏറ്റവും വലിയ ശത്രു എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. റെനയുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ജിസയിലാണ് റെനയുടെ ഏറ്റവും വലിയ മിത്രം. എന്നാൽ ശത്രുവായി കാണപ്പെടുന്നത് അനുമോളാണ്. കാരണം അവർ തമ്മിലാണ് ഏറ്റവും കൂടുതൽ വഴക്കിട്ടത്. അതുകൊണ്ട് തന്നെ റെനയുടെ ശത്രു അനുമോൾ തന്നെ. ബിന്നിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിന്നിയുടെ ഇപ്പോഴുള്ള ഏറ്റവും നല്ല സുഹൃത്തായി കാണപ്പെടുന്നത് റെനയാണ്. ശത്രുവായി കാണുന്നത് ആര്യനെയാണ്. ഇനി നെവിന്റെ കാര്യം പറയുകയാണെങ്കിൽ നെവിന്റെ ഇവിടെയുള്ള ഏറ്റവും നല്ല മിത്രമായി തോന്നുന്നത് സാബുമാൻ ആണ്. അവർ തമ്മിലുള്ള കോംബോ വളരെ മനോഹരമായി തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇവിടെ നെവിന്റെ ശത്രുവായി തോന്നുന്നത് അനുമോളയാണെന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. ജിഷിന്റെ കാര്യമായിരുന്നു വളരെ കോമഡി ആയിരുന്നത്. ജിഷിനെ ഇവിടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാക്കുവാൻ നോക്കുന്നുണ്ട്. എന്നാൽ അങ്ങോട്ട് ഒന്നും സെറ്റാകുന്നില്ല. അതുപോലെ തന്നെയാണ് ശത്രുവിന്റെ കാര്യവും. എന്നാൽ ശത്രുക്കളും ഒന്നും സെറ്റാകുന്നില്ല എന്നാണ് അനീഷ് പറയുന്നത്. എങ്കിലും പേരെടുത്ത് പറയേണ്ട ഒരു അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ ജിഷിന്റെ നല്ല സുഹൃത്തായി പറയുന്നത് ഷാനവാസിനെയാണ്. അതുപോലെ ശത്രുവായി തോന്നുന്നത് ലക്ഷ്മിയെയാണെന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. സാബുമാനെ അവിടെയുള്ള ഏറ്റവും നല്ല മിത്രം നെവിനും ശത്രുവായി കാണപ്പെടുന്നത് അനീഷിനെയുമാണെന്നാണ് അനീഷ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മിയുടെ ഏറ്റവും നല്ല മിത്രം മസ്താനിയും ശത്രു അനീഷുമാണെന്നാണ് പറയുന്നത്. അനീഷിനെ ഒരു പേര് ചേർക്കുവാൻ ഇടമില്ലാത്തടത്തെല്ലാം അനീഷിന്റെ തന്നെ പേര് ചേർക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു, ഇനി അനീഷ് ഇതുവരെ പറഞ്ഞത് എല്ലാം അനീഷിന്റെ ഊഹങ്ങൾ മാത്രമാണ്. ഇനി യാഥാർത്ഥ്യം പറയൂ, അനീഷിന്റെ സുഹൃത്തും ശത്രുവും ആരാണെന്ന് അനീഷിനോട് ചോദിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി തന്നെയായിരുന്നു അനീഷ് കൊടുത്തിരുന്നത്. ഞാൻ എല്ലാവരെയും മനസ്സിലാക്കിയതിനു ശേഷമാണ് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാറ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളിൽ തന്നെ പല കാറ്റഗറികളുണ്ട്. ജസ്റ്റ് ഫ്രണ്ട്, നല്ല ഫ്രണ്ട്, അതിനപ്പുറം നല്ല ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ സുഹൃത്തുക്കൾക്ക് തന്നെ പല തരങ്ങളുണ്ട്. ഈ ബിബി ഹൗസിൽ എനിക്ക് ഫ്രണ്ടായി തോന്നുന്നത് ഷാനവാസ് ആണെന്നാണ് അനീഷ് പറയുന്നത്. അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും വളരെ സന്തോഷമായി. ഷാനവാസും പറഞ്ഞു, അവൻ അങ്ങനെയേ പറയുള്ളൂ, ഞാൻ പറയാറില്ലേ ഞാനാണ് അവന്റെ ഇവിടെയുള്ള ഏറ്റവും നല്ല സുഹൃത്തെന്ന് പറയാറില്ലേ. അവർ തമ്മിൽ ലൈവിൽ എപ്പോഴും അടികളാണെങ്കിലും അവർ തമ്മിലുള്ള സ്നേഹവും നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ട്. ശത്രുപക്ഷത്തുള്ളത് ആര്യനെയാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്.